അജയ്ക്ക് എനിക്ക് തോന്നുന്നു പലരും പുറത്തുനിന്നുള്ള സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ ഒരുപാട് സമയം ഈ വഴികളിലൂടെ നടന്നിട്ടുള്ളൂ അല്ലേ? വഴികളിലൂടെ പോകാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ അതിശക്തമായ മഴയത്ത് പോലും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പരിസരത്ത് അറിയാത്ത ഒരു വ്യക്തിയെ പോലും ഉണ്ടാകില്ല. ഇതിനു മുന്നേ മുണ്ടക്കായ് സ്കൂളിൽ നടന്ന ഒരു സ്കൂളിൻ്റെ വാർഷിക പരിപാടിൻ്റെ ഫുള്ള് വീഡിയോ ഞാനായിരുന്നു എടുത്തത്. അതിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ കാണുമ്പോൾ ആകെ അത് 100-200 പേരായിരുന്നു അന്ന് അത് പോസ്റ്റ് ചെയ്ത സമയത്ത് കണ്ടത്. ഇതിപ്പോൾ 10K കഴിഞ്ഞു ആ വീഡിയോ. ആൾക്കാർ കണ്ട് അവർ ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ കണ്ടപ്പോൾ മനസ്സിൽ അതിയായ വേദനയുണ്ട്. അല്ല, ഈ ഇവിടുത്തെ ആളുകളുടെ അത് എത്ര മാത്രം നമുക്കിപ്പോൾ അതിനുള്ള പരമാവധി സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കിയാലും ഈ വേദന മാറ്റാനും അവരുടെ നഷ്ടത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും ഒന്നും കഴിയില്ല. ഇപ്പോൾ അജയ്ക്കൊക്കെ എങ്ങനെ ഇവിടെ ഈ ദുരന്തത്തിനിരയായവർ നിങ്ങളുടെ അല്ലേ, നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അവരൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഏതെങ്കിലും രീതിയിൽ വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് അങ്ങനെ ഒരു നിങ്ങളുടെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? എങ്ങനെയെങ്കിലും ഈ ഇരയായവരെ നമ്മുടെ അടുത്ത് തന്നെ ഒരു കൊച്ചു ഗ്രാമം ഉണ്ടായി അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ? പിന്നെ 100% അതുതന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതായത് പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർ പൂത്തക്കൊലയിൽ താമസിപ്പിച്ചതുപോലെ തന്നെ പിന്നെ ചൂരൽമലയിലും മുണ്ടക്കായിലും പ്രളയം നടന്ന സ്ഥലത്തു നിന്നുള്ള ആളുകൾ അതേപോലെ തന്നെ അവരെയും റീബിൽഡ് ചെയ്യണം തന്നെയാണ് നമ്മളെയൊക്കെ ആഗ്രഹം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ദുരന്തത്തിനിരയായവർ അനുഭവിക്കുന്നത് അവരുടെ വീട് നഷ്ടപ്പെടുന്നു, ഉറ്റവർ നഷ്ടപ്പെടുന്നു എന്നതിനൊപ്പം തന്നെ പറിച്ചു മാറ്റപ്പെടുന്നു എന്നതൊരു വലിയ വേദനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ നമുക്ക് കഴിയുക സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി അവരുടെ സമീപ സ്ഥലത്ത് തന്നെ അങ്ങനെ അവർക്ക് എല്ലാവർക്കും താമസിക്കാൻ കഴിയുന്നൊരു സംവിധാനം ഒരുക്കാൻ. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നൊക്കെ പറയാൻ കഴിയില്ല. ഇപ്പോൾ മേപ്പാടി അടുപ്പിച്ചൊക്കെ അങ്ങനെ ഒരു ടൗൺഷിപ്പ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. പക്ഷേ അതിന് സ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടെത്തുക എന്നതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാലോ വയനാട് ഇവിടുത്തെ പല സ്ഥലങ്ങളും ഒരു പ്രകൃതിയുടെ ഒരു വെല്ലുവിളി നേരിടുന്ന ഇടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സുരക്ഷ നോക്കിയിട്ട് അതാ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് പൊട്ടി വന്നല്ലേ അജയ്, അവിടെ നിന്ന് തുടങ്ങിയ ദുരന്തമാണല്ലേ? അതായത് പിന്നെ മുണ്ടക്കായിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണത്. കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ദുരന്തത്തിന്റെ തുടക്കം. ഏകദേശം ഒരു അജയുടെ ഇവിടുത്തെ പരിചയം വെച്ച് എത്ര സമയം കൂടായിരിക്കും അജയ് അവിടെ നിന്ന് ഈ അതൊരു ശരിക്കും ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ചൂരൽമലയൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഇവിടെ നേരത്തെ എനിക്കിവിടെ കടുത്ത കാലവർഷമുള്ള സമയത്ത് ഇതേപോലെ ബുദ്ധിമുട്ടുകളും ഒഴുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ ഇപ്പൊ ഈ രാമസ്വാമി പലവണ പൊട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ശെൽവരാജ് അങ്ങനെ എനിക്ക് നമ്മൾ ഈ വാർത്തകൾ കണ്ട് ഇവിടെയുള്ള ഹാനി എന്ന 10-17 വയസ്സുകാരാണ്. ആ ഹാനിക്ക് ഇനി അവശേഷിക്കുന്നവൻ്റെ കൊച്ചച്ഛൻ്റെ മകൾ മാത്രമാണ്. സിദർത്തുൽ 5 വയസ്സുകാരി, അനാഥയായി മാറിയ 5 വയസ്സുകാരി. അല്ലെങ്കിൽ പ്രിയദർശിനി എന്ന ഒഡീഷക്കാരിയായി ഡോക്ടർക്ക് കാവലിരുന്ന സാനിയ അല്ലേ? അങ്ങനെയുള്ള മനുഷ്യരെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പം അർജുൻ, എൻ്റെ ചേച്ചിയുടെ മുഖം എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അത് കാണിച്ചപ്പോൾ അർജുൻ്റെ കരച്ചിലേക്കാണ് അത് കണ്ട് കേരളം മുഴുവൻ വല്ലാതെ വേദനിച്ചാണ്. അതാണ് ഈ ദുരന്തത്തിന്റെ ബാക്കിപത്രമെങ്കിൽ ഇനി അടുത്തൊരു ഘട്ടം നമ്മുടെ ആ വേദനകളൊക്കെ പ്രേക്ഷകരോടുകൂടി പറയണം. നമ്മുടെ വേദനകളൊന്നും ഇവരുടെ അനുഭവിക്കുന്ന വേദനകളൊന്നും മാച്ചു കളയാനോ അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കൊന്നും സാധ്യമല്ല. പിന്നെ മനുഷ്യനാണ്, പോകെ നമ്മൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണം. നമ്മുടെ ബാക്കി അവശേഷിക്കുന്നവർക്ക് ജീവിതമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അതിനോടൊക്കെ പൊരുത്തപ്പെടുക തന്നെയാണ് വേണ്ടത്. ജീവിതം അങ്ങനെ മുന്നോട്ട് കിടക്കുന്നു.